ഈ അവധിക്കാലത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്നാണ് വിലയിരുത്തൽ. മുൻ വർഷത്തേക്കാൾ 30% വരെ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മൂന്നാറിലും വയനാട്ടിലുമൊക്കെ താപനില ഉയർന്നത് തിരിച്ചടിയായി. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, നേരത്തെയൊക്കെ നമ്മൾ ചൂട് കടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചില്ലാവാൻ മൂന്നാറിലും വയനാട്ടിലും ഒക്കെ പോകാമെന്ന് ചിന്തിക്കുമായിരുന്നു സഞ്ചാരികൾ. പക്ഷേ അവിടെയും ചൂട് കൂടുകയാണ്. അത് വലിയ രീതിയിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എല്ലാവരും AC ഒക്കെ ഇട്ട് വീട്ടിലിരിക്കാം എന്ന് തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു, അല്ലേ? വിനീത, ഇതിൽ കഴിഞ്ഞ 2 മാസമായി സംസ്ഥാനത്ത് കഠിനമായിട്ടുള്ളൊരു ചൂട് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ വരെ സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും ഈ യെല്ലോ അലർട്ട് ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. കഴിഞ്ഞ ഈ ഏപ്രിൽ ആയാലും മാർച്ച് ആയാലും ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ മെയ്യിലേക്ക് കടക്കുമ്പോൾ പോലും വെക്കേഷനിലായിരിക്കുന്ന കുട്ടികൾക്കോ അവരുടെ രക്ഷകർത്താക്കൾക്കോ സംസ്ഥാനത്തെ ടൂറിസം മേഖലകളിലേക്ക് എത്താൻ അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇതിൽ 40%, 35 മുതൽ 40% സഞ്ചാരികളുടെ വലിയൊരു കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിലുപരി ആലപ്പുഴ അടക്കമുള്ള, ഇപ്പോൾ തിരുവനന്തപുരം നോക്കിയാൽ പൂവാർ അടക്കമുള്ള ഹൗസ് ബോട്ട് സർവീസുകൾ, അതിൽ തന്നെ 45% ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും എത്തുന്ന സഞ്ചാരികളായാൽ പോലും ബീച്ച് ടൂറിസം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രം അല്ലെങ്കിൽ രാവിലെ മാത്രം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന റിസോർട്ടുകളായാലും മറ്റ് അനുബന്ധ കച്ചവടക്കാരായാലും എല്ലാവരും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ടൂറിസം മേഖലയിലും ഈ കനത്ത ചൂട് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ്. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകിയത്.